എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏത് തരം ശരീരത്തോടെയായിരിക്കുവൻ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകുവാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിന്റെയോ മറ്റു വല്ല ധാന്യത്തിന്റെയോ വെറും ഒരു മണി മാത്രം. എന്നാ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേതൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സൊന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ്സൊന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്. പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നിശ്ചലമായ അവകാശപ്പെടുത്തലെന്ന് ഞാൻ പറയുന്നു. ഇതാ, ഞാൻ നിങ്ങളോട് രഹസ്യം പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാലം മുഴങ്ങുമ്പോൾ കണ്ണുമേക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചരക്ഷരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യമാകേണ്ടിയിരിക്കുന്നു. ബാറയ്ക്കുമോ ഹല്ലേലൂയ്യോ, ഹല്ലേലൂയ. നിൻമുഖ ശോഭ ഇവനിലുദിപ്പിക്കേണം. കാരുണ്യാധികാൽ രക്ഷയുമേകണമേ. ഹല്ലേലൂയ. ഭാരിക്കുമോ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരോട് ഭക്തിയോടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ ഭാവം അന്യങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനൊരുവാനിരിക്കനായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായവനെ സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. കന്യകമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസ കാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു.
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവൻ വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധി ഉയർപ്പിനായും പുറത്തുവരും എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഏറ്റവും ആദരണീയായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, കുടുംബാർക്കിൽ ദുഃഖാർത്തരായ കുടുംബ അംഗങ്ങളെ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നും നമ്മുടെ ഭവനത്തിൽ നിന്നും കുടുംബാർക്കിൽ കുടുംബത്തിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട വത്സല പിതാവ് ദൈവസന്നിധാനത്തിലേക്ക് പോയിരിക്കുന്നു. കഴിഞ്ഞ 88 വർഷക്കാലം ദൈവം പ്രത്യേകമായി നിയോഗിച്ച നിയോഗവുമായിട്ട് ഈ ലോകത്തിൽ ആയിരുന്നു. തന്റെ നിയോഗം പൂർത്തിയായപ്പോൾ ദൈവം തന്റെ ദാസനെ തിരുസന്നിധാനത്തിലേക്ക് തിരിച്ചു വിളിച്ചു. അതിനൊക്കെ കണക്ക് ബോധ്യപ്പെടുത്തുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ നല്ല ഓട്ടം ഓടി വിശ്വാസം കാത്ത് ദൈവം തനിക്കായി മാത്രം ഒരുക്കിയിരിക്കുന്ന നീതിയുടെ കിരീടം പ്രാപിക്കുവാനായിട്ട് ഭക്തനായ ദാസൻ പോയിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട വത്സല പിതാവിനെ വളരെ വളരെ ചെറുപ്പം മുതൽ, എന്റെ കൊച്ചുനാൾ മുതൽ എനിക്ക് നന്നായി അറിയാവുന്ന ഒരു വ്യക്തി. ആ കുടുംബത്തെ മുഴുവനും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഏതാണ്ട് ഒരേ കാലയളവിലാണ് ഈ പ്രിയപ്പെട്ട അപ്പച്ചന്റെ മക്കളും ഞാനും ഈ മൈലപ്ര പ്രദേശത്ത് ജീവിച്ചിരുന്നത്. കഠിനാധ്വാനം ചെയ്ത് ഈ ലോകത്തിൽ തന്റെ കൊച്ചു കുടുംബത്തെ ദൈവസന്നിധാനത്തിൽ സമർപ്പിച്ച് ദൈവികമായി നിയോഗത്തോട് ജീവിച്ച ഒരു വത്സല പിതാവ്, ദൈവാശ്രയം മാത്രം കൈമുതലായിട്ടുണ്ടായിരുന്ന പ്രിയപ്പെട്ട അപ്പച്ചൻ തന്റെ മക്കളെ ദൈവാശ്രയത്തിൽ തന്നെ വളർത്തുവാനായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ കാരണം. ഈ മക്കളിൽ ഓരോരുത്തരും എടുത്തു പറയുവാനായിട്ട് സാധിക്കും, ദൈവത്തോടും ദേവാലയത്തോടും പൗരോഹിത്യത്തോടും വളരെ ആഴമായി പറ്റിച്ചേർന്ന് ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. മൈലപ്രാരി വലിയ ദേവാലയത്തിന് മുമ്പ് ഇവിടെ വളരെ മനോഹരമായ ചെറിയൊരു ദേവാലയം ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും ആ ദേവാലയത്തിൽ അതിൻ്റെ ദേവാലയത്തിനുള്ളിലിരുന്ന കയറ്റുവാകള് വലിച്ച് പുറത്തിട്ട് തല്ലിക്കുടഞ്ഞ് തൂത്ത് വൃത്തിയാക്കി, ഈ പള്ളിയും പരിസരവും വൃത്തിയാക്കി, മദ്ബഹ വൃത്തിയാക്കി ഒക്കെ ചെയ്യുന്നൊരു പ്രക്രിയകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ കുടുംബങ്ങളിലെ ഓരോ കുഞ്ഞുങ്ങളും അതിന് വളരെയധികം സഹകരിച്ചിട്ടുള്ളവരാണ്. ഒരു കാലത്തെ ഇവിടുത്തെ MCYM-ന്റെയും സൺഡേ സ്കൂളിന്റെയും ഒക്കെ സജീവ പ്രവർത്തകരായിരുന്നു. ജോസുമോനായും ഒക്കെ തീർച്ചയായിട്ടും ഈ ദേവാലയത്തിൽ അത്രമാത്രം നിറഞ്ഞു നിന്നിരുന്നു. അതുപോലെ തന്നെ അവരുടെ സഹോദരികളും. പ്രിയപ്പെട്ട ജോയിക്കുട്ടിയാണെങ്കിൽ ഈ പുതിയ ദേവാലയം പണിയുന്ന സമയം മുതൽ അതിന്റെ എല്ലാ കാര്യങ്ങളിലും സാന്നിധ്യവും കഴിഞ്ഞ് നാട്ടിൽ വന്ന് താമസിച്ച ദിവസങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും ബലപ്പെടുത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ജോയിക്കുട്ടിയിൽ ഞങ്ങളുടെ വേറൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, ഈ മൈലപ്ര പ്രദേശത്ത് ഏതൊരു വീട്ടിൽ എപ്പോഴും മരണം നടന്നാലും ഈ ജോയിക്കുട്ടിയും സണ്ണിയും ആ ദിവസങ്ങൾ മുഴുവൻ അവിടെ പോയിരുന്ന് പാടുവാനും പ്രാർത്ഥിക്കുവാനും കാണിച്ചിട്ടുള്ള തന്മനസ് തീർച്ചയായിട്ടും ഇത് കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ലഭിച്ചിട്ടുള്ള വലിയൊരു പൈതൃകമാണ്. ഈ പ്രിയപ്പെട്ട വത്സല പിതാവ് ജീവിതത്തിന്റെ അവസാനമായപ്പോഴത്തേക്കും ശാരീരികമായി വളരെയധികം ക്ഷീണിതനായി. പല സന്ദർഭങ്ങളിലും ഈ ഭവനത്തിൽ പോകുവാനും ഈ അപ്പച്ചനെയും അമ്മച്ചയും കാണുവാനും കുറേ സമയം ഇരുന്ന് അവരോട് സംസാരിക്കുവാനുമായിട്ടും എനിക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവിടെയും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, തീർത്തും ക്ഷീണിതനായിരുന്നപ്പോൾ പോലും
കടന്നു ചെല്ലുമ്പോൾ എന്തോ ഒരു സന്തോഷത്തോടെ, എന്തോ ഒരു ആനന്ദത്തോടെയാണ് നമ്മളെ സ്വീകരിക്കുന്നതും ഇരുന്ന് വർത്തമാനം പറയുന്നതും കിടക്കയിൽ നിന്നും എഴുന്നേക്കാൻ വയ്യായെങ്കിലും എഴുന്നേറ്റിരിക്കുവാൻ ശ്രമിക്കുന്നതും. അമ്മച്ചിയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ, പലപ്പോഴും കണ്ണുനീരോടെ ആ സന്തോഷം പങ്കുപറ്റുന്നത് ഞാൻ ഓർക്കുകയാണ്. ഈ പ്രിയപ്പെട്ട അപ്പച്ചൻ ഈ മക്കൾക്ക് നൽകിയ നല്ല പൈതൃകം എന്ന് പറയുന്നത് നല്ല ക്രിസ്തീയ വിശ്വാസവും നല്ല ക്രിസ്തീയ സ്നേഹവുമാണ്. അവർ തമ്മിലുള്ള സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും. ഇവരായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം, കേരളത്തിലായാലും ഇന്ത്യയിലായിരുന്നപ്പോൾ, അവിടെയായിരുന്നപ്പോഴും അമേരിക്കയിലായിരുന്നപ്പോഴും അല്ലായിരിക്കുമ്പോഴും സഭയോട് പറ്റിച്ചേർന്ന് സഭയുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായ സാന്നിധ്യം കൊണ്ട്, സഹായം കൊണ്ട്, സഹകരണം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ബലപ്പെടുത്തുന്ന ഒരു കുടുംബം. അപ്പൊ തീർച്ചയായിട്ടും ഈ കുടുംബങ്ങൾക്കൊക്കെ സന്തോഷിക്കാൻ സാധിക്കും. പ്രായാധിക്യത്തിലായിരുന്ന് ദൈവത്തെ അറിഞ്ഞ് മനസ്സിലാക്കി സ്വീകരിച്ച് ദൈവസന്നിധാനത്തിൽ തന്നെ സമർപ്പിച്ച് തന്റെ നിത്യസമ്മാനത്തിനായിട്ട് പോയിരിക്കുന്ന ഒരു വത്സല പിതാവ്, ഒരു നല്ല വിശ്വാസി. മിഖാപ്രവാചകൻ പറഞ്ഞതുപോലെ ദൈവസന്നിധാനത്തിൽ വിനയാന്വിതനായി എപ്പോഴും ജീവിച്ച ഒരു മനുഷ്യൻ, വന്ന വഴികളൊന്നും മറക്കാതെ വളരെ വിനയാന്വിതനായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ സമർപ്പിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട അപ്പച്ചൻ. തീർച്ചയായിട്ടും ഈ അപ്പച്ചന് മുഖമായിട്ട് നമ്മളോട് പറയുകയാണ്, അതെന്ന് പറയുന്നറിയാമോ, ദൈവം എന്നെ വിളിച്ചു, ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് എനിക്കായി ഒരുക്കിയിരിക്കുന്ന നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ ഞാൻ പോകുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ധൈര്യസമേതം പറയുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്യപിതാവ് പറഞ്ഞ പ്രസംഗത്തിന്റെ ഒരു വാക്കോർക്കുകയായിരുന്നു, എണ്ണക്കുരുവികളെ പോലെ. എത്ര സത്യമാണ്. ജോയിക്കുട്ടിയുടെ വീട്ടിലെ കൊച്ചു മുറിക്ക് ഈ അപ്പച്ചനും അമ്മച്ചിയും കൂടെ അതെ എന്തോ ഒരു സ്നേഹത്തോടെ, എന്തോ ഒരു സന്തോഷത്തോടെ, എന്തോ ഒരു ഐക്യത്തോടെ, എന്തോ ഒരു സഹകരണത്തോടെ, എന്തോ ഒരു സഹായത്തോടെയാണ് അവിടെ കഴിഞ്ഞുകൂടിയതെന്ന് ഞാൻ കടന്നു ചെല്ലുമ്പോൾ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വാർദ്ധക്യത്തിലാണ്, ഒരുപാട് ശാരീരിക പ്രയാസങ്ങളുണ്ട്, എങ്കിൽ പോലും എന്തോ ഒരു സന്തോഷത്തോടെയാണ് അവരൊന്നിച്ചായിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ അപ്പച്ചന്റെ വേർപാട് സഹിക്കാവുന്നതിൽ വളരെ കൂടുതലായിരിക്കാം. നല്ല നല്ല ഓർമ്മകളിൽ അമ്മച്ചി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അമ്മച്ചിയെ സർവശക്തനായ ദൈവം ബലപ്പെടുത്തട്ടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, മരണമെന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ ഒന്നൊന്നല്ല. എല്ലാ മനുഷ്യരും എല്ലാ നിമിഷവും പ്രതീക്ഷിക്കേണ്ട ഒന്നാണ് മരണം. മരണത്തിന് മാത്രമേ ഉള്ളൂ സമയമോ കാലമോ ഭേദമോ ഒന്നും ഇല്ലാത്തത്. അതിന് ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, വർഗവ്യത്യാസമില്ല, രാഷ്ട്രീയ വ്യത്യാസമില്ല, പ്രായവ്യത്യാസമില്ല. ജീവിതത്തിൽ ഒരു വ്യത്യാസവും മരണത്തിനില്ല. എപ്പോ വേണമെങ്കിലും, ആരെ വേണമെങ്കിലും, ഏത് രീതിയിൽ വേണമെങ്കിലും പിടികൂടാമെന്നുള്ള വലിയ സത്യമാണ്. ഇതുപോലെ 88 വയസ്സൊക്കെ ജീവിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് കടന്നു പോകണമെങ്കിൽ ഒത്തിരി പുണ്യം ചെയ്യണം. പത്രങ്ങളെടുത്ത് വായിച്ചു നോക്കാമെങ്കിൽ ഇപ്പോഴത്തെ പ്രായം വളരെ കുറഞ്ഞ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയാണെങ്കിൽ കൊച്ചുമാർ കൊച്ചു കുട്ടിയുടെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ മരണമുന്നത്തെ പത്രത്തിന്റെ മുൻവശത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് സാധിക്കും. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായ ഒന്നുമല്ല, നമ്മളൊക്കെ കാത്തിരിക്കേണ്ട വന്ന സൗകര്യങ്ങളെയും ഇതുപോലെ സന്ദർഭങ്ങളൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? എനിക്ക് നിത്യരക്ഷ ലഭിക്കുമോ? ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്ന നീതിയുടെ കിരീടം എനിക്ക് പ്രാപിക്കുവാൻ ലഭിക്കുമോ? തമ്പുരാൻ 2 വാക്കേ വിധുര ദിവസത്തിൽ പറയത്തുള്ളൂ. ഒന്നുകിൽ പറയും അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയും, അല്ലെങ്കിൽ പറയും ശപിക്കപ്പെട്ടവരെന്ന് പറയും. നമ്മൾ തന്നെയാണ് നിശ്ചയിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് ഒരു അനുഗ്രഹീത ജീവിതമാണോ, ഞാൻ ജീവിക്കുന്നത് ഒരു ശപിക്കപ്പെട്ട ജീവിതമാണോ? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ഈ മുഖമായി കടന്നുകൂടി അപ്പച്ചൻ പറയും, പണ്ടൊക്കെ ഈ പെട്ടിയുടെ സൈഡിൽ എഴുതി വെക്കുമായിരുന്നു, ഇന്ന് ഞാൻ നാളെ നീ. ഇപ്പൊ നമ്മളാരും എഴുതത്തില്ല, പേടിയാണ് നമുക്കൊക്കെ. കാരണം ഇന്ന് നീ എന്നുള്ള സത്യമാണ്, നാളെ ഞാനെന്നുള്ളത് പറയാൻ നമ്മളെ കൊണ്ട് ഭയങ്കര ഭയമുള്ള കാര്യമാണ്. ഈ സഹോദരങ്ങളെ, സഭാവത്സരത്തിൽ ഏറ്റവും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മരിച്ചുപോയ വൈദികരെ ഒത്ത് നാം സഭ മുഴുവനായിട്ട് പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി ദൈവസന്നിധാനം ധൂപമർപ്പിച്ചു. ഈ വരുന്ന ദിവസങ്ങളിൽ നാം സകല മരിച്ച വിശ്വാസികളെയും ഓർക്കുന്ന ദിവസങ്ങളാണ്. നമ്മൾ മരിച്ച വിശ്വാസികളെ നമ്മൾ ഇന്നും ഓർത്ത് പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും നമുക്കെല്ലാം സമീപസ്ഥരാണ്. വിധിയുടെ ദിവസത്തിൽ മാത്രമേ ദൈവം തമ്പുരാൻ നമ്മളെ ഒന്ന് നിത്യ നരകത്തിലേക്കോ അല്ലെ നിത്യ ജീവനിലേക്കോ കൂട്ടിക്കൊണ്ടു പോകത്തുള്ളൂ. അതുവഴി നാം എല്ലാവരും ഒന്നിച്ചു കാണും. ഇന്ന് സകല മരിച്ചവരുടെയും സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും സാന്നിധ്യങ്ങൾ ഓരോ ദിവ്യബലികളിലും ഇതുപോലുള്ള വിശുദ്ധ സന്ദർഭങ്ങളിലും നമ്മളോടൊത്തുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു.
അതുകൊണ്ട് നമുക്കും നമ്മുടെ മരണത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട വത്സല പിതാവിനെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഈ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ തന്റെ വലിയൊരു രക്തത്താൽ ഈ പ്രിയപ്പെട്ട പിതാവിനെ കഴുകുകയും വിശുദ്ധീകരിക്കട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്ത, കാതൽപ്പെട്ടില്ലാത്ത നിത്യ സൗഭാഗ്യം ഈ പ്രിയപ്പെട്ട പിതാവിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അമ്മച്ചിയും കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. കൂടുതൽ പ്രത്യാശയുള്ളവരായിട്ട് അവർ ചെയ്യുന്ന ദൈവിക ശുശ്രൂഷകൾ കൂടുതൽ പ്രത്യാശ ചെയ്യുവാൻ അവരെ കരുത്തുള്ളവരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ പിതാവ് അനുശോചനം അറിയിച്ചുവെങ്കിലും പത്തനംതിട്ട രൂപതയുടെ പേരിലും അഭിനന്ദ പിതാവിന്റെ പേരിലും രൂപതയിലെ എല്ലാ വൈദികരുടെ പേരിലും ഈ ഇടവകയുടെ പേരിലും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയും സ്നേഹവും അതിലുപരി അനുശോചനവും ഹൃദയപൂർവ്വം ഞാൻ അർപ്പിക്കുന്നു. ഈ ഇടവയുടെ പ്രിയപ്പെട്ട ജോസഫച്ചനും ഇവിടെ വളരെ വർഷകാലം വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് ജേക്കബിനും ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും അവര് ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ജോസഫച്ചൻ നല്ല സുഖമില്ലായ്മത്തിൽ പോലും കടന്നു വന്നത് ഈ കുടുംബത്തോടുള്ള പ്രത്യേക സ്നേഹവും പ്രത്യേക വാത്സല്യവും അച്ഛന് വളരെ ആഴമായ ബന്ധമുള്ള ഒരു കുടുംബമാണ്. അച്ഛൻ്റെയൊക്കെ പേരിൽ ഹൃദയംഗമായ പ്രാർത്ഥനാപൂർവമായ അനുശോചനം ഞാൻ അറിയിക്കുന്നു. സർവശക്തനായ ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധയും മാതാവും നമ്മളെ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ഇടവകയുടെ അനുശോചനം വിട്ടുപുത്തൻ സമർപ്പിച്ചുകൊണ്ട് ഇടവക ക്രിസ്തി നിർവഹിക്കുക. KL3T 706 കാറിന്റെ ഉടമസ്ഥൻ ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ ദയവായി ആ കാർ അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. KL3T 706 ഇപ്പോൾ ബഹുമാനപ്പെട്ട തിരുവമ്പാറക്കിലച്ചൻ എല്ലാവർക്കും ഔദ്യോഗികമായിട്ട് നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഇന്നലെയും ഇന്നുമായിട്ട് അപ്പച്ചൻ്റെ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒത്തിരി വൈദികരും പിതാക്കന്മാരും ഒക്കെ കടന്നു വരികയുണ്ടായി. വന്നവരെല്ലാം അപ്പച്ചൻ്റെ കുറേ കാര്യങ്ങളും കൂടി പറയുകയുണ്ടായി. അപ്പച്ചനുമായിട്ട് നേരിട്ട് പല ദിവസങ്ങൾ ചെലവഴിച്ചതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അപ്പച്ചനെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് എനിക്കൊന്ന് തോന്നുകയാണ്. പല സന്ധ്യാപ്രാർത്ഥനകളിൽ അപ്പച്ചനോടൊപ്പം ചെലവഴിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് പിതാവായാലും മോൻസിനോറച്ചനെല്ലാം പറഞ്ഞ് സഭയോടുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വന്ന ചിന്ത ഇതായിരുന്നു. അപ്പച്ചനെക്കുറിച്ച് അപ്പച്ചൻ്റെ ഓരോ പ്രാർത്ഥനയിലും ത്യാഗമുണ്ടായിരുന്നു, കണ്ണുനീരുണ്ടായിരുന്നു, എളിമയുണ്ടായിരുന്നു. അപ്പം ഇന്ന് മക്കളെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അപ്പച്ചൻ്റെ ആ പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥന അതായിരുന്നു. ത്യാഗത്തോടുകൂടി പ്രാർത്ഥിച്ചു, എളിമയോടുകൂടി പ്രാർത്ഥിച്ചു, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത് അത് ഒച്ച പ്രാർത്ഥിക്കും, വചനം എടുത്ത് ഒച്ച വായിക്കുന്നതുമായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും മരിച്ചവർക്ക് വേണ്ടിയിട്ട് എല്ലാം പ്രാർത്ഥിക്കുന്നത് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ സെമിനാറിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വരുവാനായിട്ട് ഞാൻ അലാറം വെക്കുമായിരുന്നു. പക്ഷേ മൈലപ്രായിക്ക് വരുമ്പോൾ അത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അപ്പച്ചൻ 4 മണിക്ക് എഴുന്നേറ്റ് ഒച്ച പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിക്കുമ്പോൾ അതോടൊപ്പം എഴുന്നേൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നൊരു കാര്യം അപ്പച്ചനെക്കുറിച്ച് പറയുമ്പോൾ അപ്പച്ചൻ ഒരിക്കൽ പോലും കോപിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. എന്ത് വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ വളരെ ഈസിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന, സൈലൻ്റായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അപ്പച്ചനാണ്. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം ഇനി ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഇത് തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ത്യാഗമുണ്ടായിരിക്കട്ടെ, കണ്ണുനീരുണ്ടായിരിക്കട്ടെ, എളിമയുണ്ടായിരിക്കട്ടെ. ഈ ഒരു ഉത്തരവാദിത്തോടുകൂടി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വൈദികരെയും പിതാക്കന്മാർക്കും നന്ദി പറയുവാനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. അപ്പച്ചൻ്റെ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മുടെ
പുത്തൂർ രൂപതാധ്യക്ഷൻ ദിവന്നാസ്യൂസ് പിതാവ് 2 ദിവസം മുമ്പേ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഇന്നലെ തിരുവല്ലയിലെ ആർച്ച് ബിഷപ്പ് ഊർലോസ് പിതാവ് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഇന്ന് നമ്മുടെ പത്തനംതിട്ട രൂപതയിലെ ക്രിസിസ്റ്റോം പിതാവ് പ്രാർത്ഥിച്ചിട്ട് പോയി. എല്ലാ പിതാക്കന്മാർക്കും കുടുംബത്തിൻ്റെ പേരുള്ള എല്ലാവിധമായ നന്ദി കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി വൈദികർ, ബത്തേരി രൂപതയിലുള്ള വൈദികർ, തിരുവനന്തപുരം അതിരൂപതയിലുള്ള വൈദികർ, തിരുവല്ല അതിരൂപതയിലുള്ള വൈദികർ, ബദനി ആശ്രമത്തിലുള്ള വൈദികർ, യാക്കോബ വൈദികർ, അതുപോലെ തന്നെ നമ്മുടെ പല കോൺഗ്രിഗേഷൻപ്പെട്ട അച്ഛന്മാർ കുടുംബത്തിൽ വരികയും മക്കൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുകയും ചെയ്തു. എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഞാൻ കുടുംബത്തിൽ വെച്ച് നമ്മുടെ മോൺസിഞ്ഞോർ അച്ഛന് പ്രത്യേകം നന്ദി പറഞ്ഞതാണ്. എങ്കിൽ തന്നെയും ഇന്നലെയും ഇന്നുമൊക്കെ അച്ഛന് 1 മിനിറ്റ് പോലും ഫ്രീ ഇല്ലാത്തൊരു സമയമാണ്. എങ്കിൽ പോലും അതെല്ലാം മാറ്റിവെച്ചിട്ട് ത്യാഗത്തോടുകൂടി ഈ ശുശ്രൂഷയുടെ അവസാനത്തെ നിമിഷം വരെ ഇതിൽ പങ്കുചെയ്യാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. മോൺസിഞ്ഞോർ അച്ഛന് കുടുംബാംഗങ്ങളുടെ പേരുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സിസ്റ്റേഴ്സ്, മദർ പ്രൊവിൻഷ്യൽ, പല കോൺഗ്രേഷൻപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊള്ളിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കോറെപ്പിസ്കോപ്പ ഇപ്പോൾ വന്നിട്ടുണ്ട്. കോറെപ്പിസ്കോപ്പായ്ക്കത്തിനും പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ സംബന്ധിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. അമേരിക്കയിൽ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന സഹോദരങ്ങൾ ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ ശവസംസ്കാരത്തിൻ്റെ ശുശ്രൂഷ നല്ല രീതിയിൽ നടത്തുവാനായിട്ട് ഇതിനകത്ത് സഹകരിച്ച ഒത്തിരി നല്ല വ്യക്തികളുണ്ട്. അവരെയൊക്കെ നന്ദിപൂർവ്വം ഓർക്കുന്നു. അവസാനമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ വികാരിയച്ഛനാണ്. ഒരു കുടുംബത്തിൻ്റെ ഒരു അംഗമെന്ന നിലയിൽ അച്ഛന് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും വേണ്ടിയ നിർദ്ദേശങ്ങൾ തരികയും ആ നിമിഷം തന്നെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ഈ നിമിഷം വരെ എല്ലാ കാര്യത്തിനും നേതൃത്വം വഹിക്കുകയും ചെയ്തത് നമ്മുടെ വലിയ ബഹുമാനപ്പെട്ട ജോൺ കുഞ്ഞിത്തനാണ്. അച്ഛൻ കുടുംബത്തിൻ്റെ പേരിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇനി ആർക്കെങ്കിലും നന്ദി പറയുവാനായിട്ട് ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുന്നു. അവസാനത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം എല്ലാവർക്കും പാരിഷുള്ള ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അത് ഭക്ഷിച്ചതിന് ശേഷമേ തിരിച്ചു പോകാവുന്ന സ്നേഹത്തോടെ ഓർമ്മിച്ചു. തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ വികാരി ജനറലാണ് മോൺസിഞ്ഞോർ കോറെപ്പിസ്കോപ്പ മണ്ണിക്കരോട് അച്ഛൻ. ഏറെക്കാലം അച്ഛൻ അമേരിക്കയിൽ പ്രത്യേകിച്ച് മലങ്കര സഭയുടെ കോർഡിനേറ്ററായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. ഏറെ തിരക്കുണ്ടായിട്ടും ഈ കുടുംബത്തോടുള്ള സ്നേഹത്തെ പ്രതി ഇപ്പോൾ ഇവിടെ ഓടിയെത്തുകയും പ്രത്യേകിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വന്നതിന് ഏറെ സ്നേഹവും നന്ദിയും കുടുംബത്തിൻ്റെ പേരിൽ മൈലപ്ര ഇടവയുടെ പേരിൽ അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ആദ്യത്തെ പ്രാർത്ഥന നടത്തുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം പ്രാർത്ഥിക്കുന്നു. നാം എല്ലാവരും ഭംഗിയായി നിന്ന് സങ്കടപൂർവം ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള പ്രിയരായിസോന് നേരിച്ചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും ആത്മശരീരങ്ങളുടെ ദൈവമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് അധീനനാകുകയില്ല. പ്രത്യുത മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നരുളി ചെയ്ത് മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ മനുഷ്യരും മരിക്കുന്നതിന് മുമ്പ് അനുദപിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാരകാലത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങളുടെ ആത്മാക്കളെ അകൽക്രിസ്തായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടാന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ ഋഷിനെ എത്തിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്നെ എതിരേൽക്കുവാൻ പുറപ്പെടുകയും സകല വിശുദ്ധന്മാരോടും ചേർന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷകരമായ നിന്റെ ഉയർപ്പിന്റെ ശോഭയുള്ള രശ്മികളാൽ ഞങ്ങളെല്ലാവരെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം പ്രിയലായിസൊന്ന് ഏറ്റുചൊല്ലണം. പ്രിയലായിസോ പ്രിയലായിസോ പ്രിയലായിസോ. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നും യാത്രയായി ദാസന് നിന്റെ സ്വർഗീയ സേനകളുടെ സഹായമായി ചൂടുകയാണമേ. നമ്മുടെ ശരീരത്തിൽ ഒഴിക്കപ്പെടുന്ന തൈലം മൂലം വായുമണ്ഡലത്തിൽ പതിയിരുന്ന് മനുഷ്യ ആത്മാക്കളെ ആക്രമിക്കുന്ന സൈന്യങ്ങളാൽ മുൻ പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശഭവനങ്ങൾ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദം ദാസന് നൽകണമേ. ഇവൻ സന്തോഷപൂർവ്വം നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അധ്വാനങ്ങളുള്ള വിശ്രമത്തിനും പോരാട്ടങ്ങളുള്ള വിമുക്തിക്കും വിശുദ്ധന്മാരോടുള്ള സൗഭാഗ്യത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജനവിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ നിത്യജീവനായി തൈലമൊഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് നിറവേറിയിരിക്കുന്നു. അരികിൽ വരും ശ്ലോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. സങ്കട
നീർക്കായി പാടിടുമീ വിധിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നേ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ചുറ്റും പാർപ്പേ തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളികോട്ടുന്നോർക്കായി വിളിവാകും നാഥാ ദൈവികമം വലഭാഗേ നിർത്തണമെന്നേ പ്രിയരെ സാക്ഷാ ഭയമുൾക്കൊള്ളുന്നേ അതിഭയപീഡകളെ ചിത്തമിളക്കിടുന്നു ജഗതീരക്ഷകനാം മിശിഹാനൃപനെമ്പേ ആൾവീട്ടതിനാൽ വേഗം ഞാൻ പോയിടും